ഹായ് ഫ്രണ്ട്സ്, ദേവസ്വലിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള ഒരു ഫിലിം റിവ്യൂ ആയിട്ടാണ്. അതും നമ്മുടെ അമൽ നീരദ് ഫിലിമായ ബൊഗെയിൻവില്ല. കുഞ്ചാക്കോ ബോബൻ ജ്യോതിർമായി കോംബോയിലുള്ള ഒരു ഫിലിമാണ്. ജ്യോതിർമയിന്റെ ഒരു തിരിച്ചുവരവ്, അതായത് 11 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കംബാക്ക് ആണ് ഈ ഒരു ഫിലിം. പിന്നെ പറയുകയാണെങ്കിൽ 2019 ഇറങ്ങിയ ഒരു നോവൽ, ലാജോ ജോസിന്റെ റൂത്തിന്റെ ലോകം എന്ന നോവലാണ് ഇവർ ഈ ഒരു സിനിമയാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ സിനിമേനെ പറ്റി കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല, അല്ലാതെ നമ്മൾ ഫോണിൽ കണ്ടിട്ടുള്ളതാണ്. നല്ല അടിപൊളി ഒരു മൂവി തന്നെയായിരുന്നു. പക്ഷേ ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫിലിം ആണ് എങ്കിൽ പോലും അമൽനീരദിന്റെ മൂവി എന്ന് പറയുമ്പോൾ ആ ഒരു ഓളുണ്ടല്ലോ, ഒരു വൈബ് അത് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നെ ജ്യോതിർമയിന്റെ അഭിനയത്തെ പറ്റി പറയാതെ വയ്യ. കാരണം അത്ര ഒരു കംബാക്ക് എന്ന് പറയുമ്പോൾ അതൊരു പൊളിച്ച്. അതുപോലെ തന്നെയാണ് കുഞ്ചാക്കോ ബോബന്റെ അഭിനയം, അടിപൊളി അഭിനയമായിരുന്നു. ജ്യോതിർമയിന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു റെട്രോഗ്രേഡ് അംനേഷ്യ ബാധിച്ചിട്ടുള്ള ഷോർട്ട് ടൈം മെമ്മറി മാത്രമുള്ള ഒരു കഥാപാത്രമായിരുന്നു ഋതു. ഋതുവിനെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫഹദ് ഫാസിൽ ഈ ഒരു സിനിമയിൽ എത്തുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ വന്ന് ആ ഒരു സമയം നല്ല അടിപൊളിയായിട്ട് നിന്നെങ്കിലും പക്ഷേങ്കിൽ ഒരു ക്ലൈമാക്സിലോ അല്ലെങ്കിൽ ആ ഒരു ഫിലിമിലോ ഒരു ഭയങ്കരപ്പെട്ട ഒരു റോളായിട്ട് അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളായിട്ടോ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മളൊരു പോസ്റ്റർ അതുപോലെ തന്നെ ട്രെയിലറോ കണ്ടിട്ട് കാണാൻ പോകുമ്പോൾ നമ്മൾ ഫഹദ് ഫാസിൽ ഉണ്ട് എന്ന് അറിയുമ്പോൾ നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് താനെ അത് അങ്ങോട്ട് ഇല്ലാണ്ടായി പോകുന്ന പോലെയാണ് ആ ഒരു ഫിലിം കാണുമ്പോഴത്തേനും നമ്മളെ ഒരു ഡിസപ്പോയിൻമെന്റ് ആക്കി കളയുന്ന തരത്തിലൊരു അഭിനയമല്ല, ആ റോള്, ഒരു ക്യാരക്ടർ അതിനൊന്നും ചെയ്യാനില്ലാത്തൊരു അവസ്ഥയായി പോയി. കാരണം ക്ലൈമാക്സ് എന്ന് പറയുന്നത് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്ലൈമാക്സ് ആണ്. ലേഡീസ് ആണ് റോളുകളെല്ലാം ലീഡ് ചെയ്തിട്ടുള്ളത്. മീര നന്ദകുമാർ എന്ന് പറയുന്ന ലേഡി അവര് നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മരിക്കാൻ പോകുന്ന സമയത്ത് രണ്ട് സ്ത്രീകൾ അവരുടെ ഉള്ള ഊർജ്ജം എടുത്തിട്ട് നായകനല്ല വില്ലനെ തകർക്കുന്നതായിട്ടാണ് ആ ഒരു ഫിലിം. പക്ഷേങ്കില് പലർക്കും ആ ഒരു ക്ലൈമാക്സിനോട് താല്പര്യമില്ല. കാരണം ഫഹദ് ഫാസിൽ അടിച്ചില്ല അല്ലെങ്കിൽ വോയിസ് അല്ല എന്നുള്ള ആ ഒരു നെഗറ്റീവ് കമന്റുകൾ പല വീഡിയോയിലുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ വേറെ തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ ശ്രിന്തന്റെ ആ ഒരു ഡയലോഗാണ് എല്ലാവരും ഒരു നെഗറ്റീവായിട്ട് പറയുന്നത്. ഒരു കോമഡി ആയി മാറി. കുറച്ച് ഇങ്ങനെ പറഞ്ഞ് നമുക്കത് കാണുമ്പോഴോ അതേപോലെ ഒരു കോമഡി ഫീലാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേങ്കിൽ ഓവറോൾ നോക്കുമ്പോൾ അടിപൊളി ഒരു ഫിലിമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അമൽ നീരദ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ, ആ ഒരു വൈബ് പൊളിച്ച് നല്ലൊരു മൂവി. തിയേറ്ററിലാണെങ്കിലും ഫോണിലാണെങ്കിലും കാണുമ്പോൾ നമുക്ക് അടിപൊളി ഒരു മൂഡ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതില് മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ സുഷിൻ ശ്യാമാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ഒരു നൈസ് വൈബ് തന്നെയാണ് ആ ഒരു മ്യൂസിക്. അമൽ നീരദിന്റെ ഒക്കെ ആ ഒരു ഫിലിമിലൊക്കെ കാണുന്ന പോലെ തന്നെ ഡാർക്ക് തീമും അതുപോലെ തന്നെ മ്യൂസിക്കും അതൊക്കെ നമ്മളെ നല്ല പോലെ ഹരം കൊള്ളിക്കുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു മൂവിയിൽ. പിന്നെ സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ആനന്ദ് സി ചന്ദ്രൻ, അതുപോലെ തന്നെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വിവേക് ഹർഷനാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇതൊക്കെയാണ് ആ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ. ജ്യോതിർമയി എന്ന് പറയുന്ന ക്യാരക്ടർ ആദ്യം മുതലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യത്തെ സൗത്ത് മുതൽ തന്നെ രണ്ട് കുട്ടികളെ സ്കൂളിലാക്കാൻ പോകുന്നതും അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതും തിരിച്ചു വരുമ്പോഴത്തേനും കുട്ടികളെ പറ്റി എവിടെ പോയി അങ്ങനെയൊക്കെയുള്ള ആ ഒരു കണക്കത്തെ ഒരു ആ ഒരു മൂവിന്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജ്യോതിർമയി എന്ന് പറയുന്ന ക്യാരക്ടറിന് റെട്രോഗ്രേഡ് അംനേഷ്യയാണ്. ഷോർട്ട് ടൈം മെമ്മറി മാത്രമേ ഉള്ളൂ ആൾക്ക്. പഴയ കാര്യങ്ങളെ പറ്റി അധികം ഓർമ്മയില്ല. നമ്മുടെ ഈ നായകനല്ല വില്ലൻ, നമ്മുടെ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സ്റ്റോറികളാണ് ജ്യോതിർമയി ആലോചിച്ച് അതൊക്കെയാണ് പുള്ളിക്കാരിയുടെ ലോകമായിട്ട് മാറുന്ന, അതാണ് ആ ഒരു ഫിലിം. പിന്നെ നമ്മുടെ റീതു എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര പെയിന്റിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആകെ അത് മാത്രമാണ് അവർ ചെയ്യുന്നത്. അതിന് റെഡ് കളർ ബൊഗൈൻവില്ല മാത്രമാണ് വരയ്ക്കുന്നത്. എന്നാൽ അവരുടെ വീടിന്റെ മുന്നിൽ കാണുന്ന ബൊഗൈൻവില്ല പിങ്ക് കളറാണ്, അല്ലെ, റോസ് പിങ്ക് കളറാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ വരച്ചതെന്ന് ചിന്തിച്ചിട്ടുണ്ട്? അത് ആ ഫാം ഹൗസിലെ ആ ഒരു വയലൻസോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആ റെഡ് കളർ
ബൊഗൈൻവില്ലയാണ് അവർ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും. അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ വരുമ്പോൾ ആ ഒരു ചുമരിൽ കാണുന്ന ചിത്രങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും ഭയങ്കര ഹിന്റുകൾ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഓരോ കാണാതെ പോകുന്ന ലേഡീസിന്റെയും ഡ്രസ്സിലെ ഒരു ചിത്രമാണ് നമ്മുടെ നായിക വരച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ലാസ്റ്റ് നിമിഷങ്ങളിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഓവറോൾ ഫിലിം അടിപൊളി വൈബ് തന്നെയായിരുന്നു. പക്ഷെ ഫഹദ് ഫാസിലിന്റെ കാര്യത്തിൽ മാത്രം നമുക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് വരുന്നു എന്ന് മാത്രം. അടിപൊളി മൂവിയാണ്, കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.